മാനന്തവാടിയിലെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നൽകാനാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത്. 50 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാം എന്നുള്ളതാണ് അനുമതി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മെഡിക്കൽ കോളേജിൽ അധ്യയനം തുടങ്ങാനുള്ള അനുമതി ലഭിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയത്. അപ്പോഴും അധ്യയനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മാനന്തവാടി MLA കൂടിയായിട്ടുള്ള മന്ത്രി OR കേളുവിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരും അതുപോലെ പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഇപ്പോൾ ഈ അംഗീകാരം നേടിയിരിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ ആരംഭിക്കുമ്പോൾ അത് പടിപടിയായിട്ട് അതിനെ ഭാവിയിൽ നമുക്ക് ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്ന രീതിയിൽ മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഈ ചുരം ഇറങ്ങാതെ വയനാട്ടുകാർക്ക് ആരോഗ്യ ആതുര സേവന രംഗത്ത് കൂടുതൽ സേവനങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞോളം 50 കുട്ടികൾക്ക് മെഡിക്കലിന് ചേരാനും പുതിയ ഡോക്ടർമാരൊക്കെ നമുക്ക് കൊണ്ടുവരാനും വളർത്തിയെടുക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ വിദ്യാഭ്യാസം കൂടി വരുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. നമ്മൾക്ക് ഒരുപാട് പരാതികൾ ഇപ്പോഴും ഉണ്ട്, അപര്യാപ്തതകളുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് വന്ന അന്ന് മുതൽ തന്നെ മെഡിക്കൽ കോളേജ് അല്ല, ഇത് ജില്ലാ ആശുപത്രിയാണ്, ബോർഡ് മാറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രചരണം വ്യാപകമായ തോതിൽ അടിച്ചു വിട്ടിരുന്നു. മാനന്തവാടിയിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം 50 വിദ്യാർത്ഥി കിട്ടിയതോടുകൂടി ഇതൊരു മെഡിക്കൽ കോളേജ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രഖ്യാപനം വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ചികിത്സയാണ് പ്രധാനം. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ കിട്ടണം, അതിനുള്ള ഒരു കാൽവെപ്പും കൂടി ആവുമല്ലോ. ഏതായാലും 140 അധ്യാപക അനധ്യാപക തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടല്ലോ. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് ഇതിൻ്റെ അധികൃതരൊക്കെ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ മാനന്തവാടിയിലെ മന്ത്രി OR കേളുവേട്ടൻ ഇതിന് വളരെ മുൻകൈ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, മാനന്തവാടിയിൽ ഇപ്പോൾ ആകെയുള്ളൊരു പ്രശ്നം കാർഡിയാക് സെക്ഷൻ ഇല്ല എന്നുള്ളതാണ്. കാർഡിയാക് വിദഗ്ധനെ അപ്പോയിൻറ്റ് ചെയ്താൽ തന്നെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അധ്യയനം തുടങ്ങാൻ ഉള്ള അനുമതി ലഭിച്ചതോടുകൂടി വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങളുടെ ഭാഗത്തും ഉള്ളത്. പൂർണ്ണാർത്ഥത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാനന്തവാടിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാറുമെന്ന പ്രതീക്ഷയാണ് ഏവരും പങ്കുവയ്ക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.